ഹൗ ടു മേക്ക് എ ഡേ പ്രോഗ്രസീവ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് എ സോഫ്റ്റ് മോർണിംഗ് റൂട്ടീൻ. ഒരു സോഫ്റ്റ് മോർണിംഗ് റൂട്ടീനിൽ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ബെഡൊക്കെ നല്ല വൃത്തിയാക്കി മെല്ലെ വൃത്തിയാക്കി വെക്കുക. പിന്നെ വാം വാട്ടറോ ടീയോ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 2 to 5 minutes സ്ട്രെച്ച് ചെയ്യുക. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഭയങ്കരമായിട്ട് പ്രോഗ്രസീവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മേക്ക് എ ടു ഡു ലിസ്റ്റ്. ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. എന്താന്ന് വെച്ചാൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യാനുള്ളത് എന്നുള്ളത് എന്താന്ന് വെച്ചാല് അത് നമ്മള് ഒരു നോട്ടിലോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ചെയ്തു വെക്കുക. ഞാൻ ഇങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് ഇതിലാണ് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുള്ളതും കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്തു വെക്കലുള്ളത്. അതേപോലെ ഒരു ടു ഡു ലിസ്റ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ക്യൂട്ടാക്കടയിൽ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് വെക്കാം. ടു ഡു ലിസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കാം. പിന്നെ നോട്ട്സ് ഉണ്ടാവില്ലേ, അത് സൈഡിൽ എഴുതി വെക്കാം. പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാം. റിമെമ്പർ ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതി വെക്കാം. പിന്നെ എന്തെങ്കിലും കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അതൊക്കെ ഈ സൈഡിൽ വെച്ചാൽ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് തോന്നും. എന്താ ഇവിടെ ടു ഡു ലിസ്റ്റ്, നോട്ട്സ്, പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്, റിമെമ്പർ ചെയ്യേണ്ടത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇതിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിൻട്രസ്റ്റിൽ നോക്കിയാൽ കുറെ ഐഡിയാസ് കിട്ടും. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് കൂടുതലും ചെയ്യാറുള്ളത്. തേർഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ കീപ് യുവർ സ്പേസ് പ്രിറ്റി ആൻഡ് ക്ലിയർ. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്പേസ് ഭയങ്കര പ്രിറ്റി ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ. റിമെമ്പർ എ സ്മോൾ ടൈഡി ക്യാൻ മേക്ക് യുവർ ഡേ ഫീൽ ഫ്രഷ് ഗൈസ്. നമുക്ക് ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് സ്റ്റഡി ടേബിൾ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറച്ച് ഈസ്തെറ്റിക്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കാൻഡിൽസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഫെയറി ലൈറ്റ്സ്, ഇതേപോലുള്ള പോസ്റ്റേഴ്സ് അതൊക്കെ വെച്ചാല് ശരിക്കും അടിപൊളിയായിരിക്കും കാണാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് വർക്ക് ഇൻ സോഫ്റ്റ് ഫോക്കസ് സെഷൻസ്. 30 to 10 മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം. എന്താന്ന് വെച്ചാൽ 30 minutes ഇപ്പോൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ 10 minutes റെസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ ബ്രെയിനിനെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ 10 minutes നമുക്ക് മ്യൂസിക് കേൾക്കാം, ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഇതാക്കാം. പിന്നെ നല്ല ഫ്രഷ് ആൻഡ് വാം വാട്ടർ കുടിച്ചാലൊക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ എ സ്മോൾ മൊമെന്റ്. ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ സ്റ്റഡി ഡെസ്ക്, സ്കൈ, നോട്ട്ബുക്ക്, ഡ്രിങ്കിന്റെ ഫോട്ടോ എടുക്കുക. അതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഡേ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് എൻഡ് വിത്ത് സ്മോൾ നൈറ്റ് റൂട്ടീൻ. നാളെ ചെയ്യേണ്ട ടാസ്കുകളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. സ്കിൻ കെയർ ചെയ്യുക. ഈ ഗേൾസിനൊക്കെ ഒരുവിധം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ ചെയ്യുക. ഇന്നത്തെ ഡേ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഒരു നോട്ടിലോ ചെറിയൊരു നോട്ടിലോ എന്തെങ്കിലും പേപ്പറിലോ എങ്ങനെ എഴുതി വെച്ചോക്കെ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പം ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ അല്ല, ചെയ്തു നോക്കുക. എന്താ വെച്ചാല് ഇത് നിങ്ങളെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രസീവ് ആക്കാനും അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയ പോലെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ എന്ന് പറയുന്നത് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടവരാണ്. ഞാൻ ട്രൈ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.